പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നതിനേക്കാൾ ട്രോളുകളാണോ സർക്കാരിനെ ഭയപ്പെടുത്തുന്നത്? ദില്ലിയിലെ ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരം അവസാനിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് ഒഴിപ്പിച്ചു. ചുവരുകളിലെ മുദ്രാവാക്യങ്ങൾ വെള്ളയടിച്ചു മായ്ച്ചു. പക്ഷേ ഇതൊന്നുമല്ല ഇപ്പോൾ സർക്കാരിനെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്നത്. ദില്ലി പോലീസ് ഇപ്പോൾ മറ്റൊരു യുദ്ധത്തിലാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് തുടരെ ടേക്ക് ഡൗൺ നോട്ടീസുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണെന്നറിയാമോ? രാജ്യത്തെ ജെൻസി മീമുകളിലൂടെയും റീലുകളിലൂടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ഓറയെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ 12 വർഷമായി വിപുലമായ PR സംവിധാനങ്ങളിലൂടെയും മാധ്യമ പ്രചാരണങ്ങളിലൂടെയും ഒരു ശക്തമായ നേതാവിൻ്റെ പ്രതിച്ഛായയാണ് നിർമ്മിക്കപ്പെട്ടത്. പക്ഷേ കഴിഞ്ഞ നീറ്റ് പരീക്ഷ വിവാദത്തിനെതിരെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത് മറ്റൊരു ഇന്ത്യയായിരുന്നു. ലാത്തി ചാർജ് അതെ സബ്വേ സർഫേഴ്സ് ഗെയിമാക്കി. കണ്ണീർ വാതകം അത് മീമായി. സമരപ്പന്തൽ അത് കാർണിവൽ അന്തരീക്ഷമാക്കി. ഭയപ്പെടേണ്ടിടത്ത് അവർ ചിരിച്ചു, മിണ്ടാതിരിക്കേണ്ടിടത്ത് അവർ ട്രോൾ ചെയ്തു. ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം. ഒരു രാഷ്ട്രീയ നേതാവിനെ നേരിട്ട് വിമർശിക്കുന്നതിനേക്കാൾ അദ്ദേഹത്തെ ഒരു മീമായി മാറ്റുന്നതാണോ കൂടുതൽ ശക്തമായ രാഷ്ട്രീയ ആയുധം? പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ പഠനങ്ങൾ പറയുന്നത് അതാണ്. കാരണം രാഷ്ട്രീയ വിമർശനത്തോട് അനുയായികൾ പ്രതിരോധം തീർക്കും. പക്ഷേ പരിഹാസം ഒരു നേതാവിൻ്റെ പ്രതിച്ഛായയെ അകത്തുനിന്ന് തകർക്കും. അതാണ് ഇന്ന് ഭരണകൂടത്തെ, സർക്കാരിനെ ഇത്ര അസ്വസ്ഥമാക്കുന്നത്. മോദിക്കെതിരെ വിമർശനങ്ങൾ പുതുമയല്ല. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് വേറെയാണ്. ജെൻസി അദ്ദേഹത്തെ ഒരു മീം മെറ്റീരിയലാക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ അനാവശ്യ ഉപദേശങ്ങൾ നൽകുന്ന ഒരു കഥാപാത്രം, റീലുകളിൽ തമാശയുടെ ഭാഗമാകുന്ന നേതാവ്. അങ്ങനെ പതിറ്റാണ്ടുകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ആർക്കും തൊടാനാകാത്ത ശക്തനായ ലോക നേതാവ് എന്ന ഇമേജിലാണ് വിള്ളലുകൾ വീഴുന്നത്. പക്ഷേ ഇവിടെ ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. ഈ രാഷ്ട്രീയ ട്രോളിംഗ് സംസ്കാരം ഈ രാജ്യത്ത് ജനപ്രിയമാക്കിയത് ആരാണ്? BJP തന്നെയല്ലേ? 2014 മുമ്പ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ മൗണ്ട് മോഹൻ സിംഗ് എന്ന് പരിഹസിച്ചു. രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് മുദ്രകുത്തി. രാഷ്ട്രീയ പരിഹാസത്തെ തെരഞ്ഞെടുപ്പ് ആയുധമാക്കിയത് BJPയുടെ IT സെൽ തന്നെയല്ലേ? ഇന്ന് ബൂമറാങ് പോലെ അതേ ആയുധം തിരിച്ചു വരികയാണ്. എന്നാൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. അന്ന് ഇതൊരു സംഘടിതമായ IT സെൽ പ്രചാരണമായിരുന്നു. പണം ചെലവഴിച്ച് പ്ലാൻ ചെയ്ത് പ്രചരിപ്പിച്ച ക്യാമ്പയിൻ. പക്ഷേ ഇന്ന് ജെൻസി ഇത് ചെയ്യുന്നത് സ്വമേധയാ ഓർഗാനിക്കായി. അതുകൊണ്ടാണ് ഇത് തടയുക സർക്കാരിന് അത്ര എളുപ്പമാകാത്തത്. അതിനിടെയാണ് മോദിയെ പരിഹസിക്കുന്ന പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ ദില്ലി പോലീസ് സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് നിർദ്ദേശം നൽകുന്നത്, മീം പേജുകൾക്കെതിരെ നടപടികൾ തുടങ്ങുന്നത്. എഥനോൾ വിഷയത്തിൽ തനിക്കെതിരായ ട്രോളുകൾക്കെതിരെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണ്. മറുവശത്ത് സംഘപരിവാർ അനുകൂലികളും BJP നേതാക്കളും പറയുന്നത് പ്രധാനമന്ത്രിയുടെ പദവിയെ അപമാനിക്കുകയാണെന്നാണ്. പക്ഷേ രാഷ്ട്രീയ ട്രോളിംഗ് ഒരു കാലത്ത് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചതും അവരുടെ തന്നെ രാഷ്ട്രീയ ക്യാമ്പുകളായിരുന്നു എന്ന വസ്തുതയും ഇതോടൊപ്പം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ ചോദ്യം, സോഷ്യൽ മീഡിയയെ സമ്മർദ്ദത്തിലാക്കി പോലീസിനെ ഉപയോഗിച്ച് ഈ ട്രെൻഡ് തടയാൻ സർക്കാരിന് കഴിയുമോ? അതോ ജെൻസി കാണിച്ചു തന്നതുപോലെ ഭരണം ഭയപ്പെടാത്ത ഒരു തലമുറ മീമുകളിൽ നിന്ന് ചോദ്യങ്ങളിലേക്കും ചോദ്യങ്ങളിൽ നിന്ന് വലിയ രാഷ്ട്രീയ സംവാദങ്ങളിലേക്കും ഈ രാജ്യത്തെ കൊണ്ടുപോകുമോ? അതിൻ്റെ ഉത്തരം വരുന്ന ദിവസങ്ങളിലാണ് വ്യക്തമാവുക.